പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. അവിടെ ഗവി വനപാതയിൽ ഒരു കരടി എത്തിയെന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ഡ്രൈവർ സുനിൽ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, സ്ഥിരമായി വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു ഭാഗമാണിതല്ലേ? പക്ഷേ കരടി സാധാരണ കാണാറില്ല. ആനയൊക്കെയാണ് ഈ ഭാഗത്ത് എത്തുക സാധാരണഗതിയിൽ, അല്ലേ? കാട്ടുപോത്തുമൊക്കെയാണ് ഈ മേഖലയിൽ സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത്. നമ്മളും ഗവിയിലേക്കും മറ്റും പോകുമ്പോൾ ആ മേഖലയിൽ അതൊക്കെ സ്വാഭാവികമാണ്. എന്തായാലും ഒരു കരടി എത്തുന്നത് ആദ്യമാണ്, അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ ആദ്യമാണെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമായി തന്നെ പറയാം. കരടി കുഞ്ഞ് തന്നെയാണ് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. സുനിൽ എന്ന ഒരു ടൂർ ഓപ്പറേറ്ററാണ്. അദ്ദേഹം തന്നെയാണ് കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. അദ്ദേഹം ടൂറിസ്റ്റുകളെ കൊണ്ട് തിരിച്ചു മടങ്ങി വരുന്ന വഴിക്കാണ് ഗവി വനപാതയിൽ ഇത്തരത്തിൽ കരടി കുഞ്ഞിനെ കാണുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കരടി കുഞ്ഞ് വാഹനത്തിന് മുൻപിലേക്ക് ചാടുന്നു. അതിനുശേഷം അവർ വാഹനം നിർത്തി ഈ ലൈറ്റ് എല്ലാം അടിച്ച സമയത്ത് കരടി കുഞ്ഞ് തീർത്തും ഭയപ്പെട്ട് വനത്തിനുള്ളിലേക്ക് തന്നെ, ആ റോഡിലൂടെ തന്നെ വനത്തിനുള്ളിലേക്ക് കയറി പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. കരടിയുടെ ഈ പറയുന്ന കുഞ്ഞിന്റെ അമ്മയും അതുപോലെ തന്നെ മറ്റു കരടികളും ആ പ്രദേശത്തുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും ആളുകൾ ഒരു ഘട്ടത്തിൽ പോലും പേടിച്ചില്ല. കാരണം ഒരു ശബ്ദം പോലും ആളുകൾ ആ മേഖലയിൽ നിന്ന് ഉണ്ടാക്കാൻ തയ്യാറായില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം വനപാതയാണ്. അതുകൊണ്ട് തന്നെ മറ്റു വന്യമൃഗങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു ടൂർ ഓപ്പറേറ്റർ കൂടിയായ സുനിലിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. എന്നാലും ആ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കരടിക്കുഞ്ഞ് എന്തായാലും വനത്തിനുള്ളിലേക്ക് തന്നെ കയറിപ്പോയിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഒരു ഘട്ടത്തിൽ നിലവിലില്ല. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകി.